യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്തായ പുസ്തകമായ വിശുദ്ധ ബൈബിളിനെ കുറിച്ചാണ്. ഈ വീഡിയോ ബൈബിളിലെ ഓരോ പുസ്തകങ്ങളെക്കുറിച്ചും ചുരുക്കത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. ഒന്നാമതായി ജോഷുവയുടെ പുസ്തകം. ജോഷുവയുടെ നേതൃത്വത്തിൽ അവർ ആദ്യം പിടിച്ചെടുക്കുന്ന പട്ടണമാണ് ജെറീക്കോ. ജെറീക്കോ എന്ന് പറയുന്നത് കാനാൻ ദേശത്തിന്റെ മധ്യഭാഗത്തുള്ള ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഒരു സിറ്റിയാണ്. ജോഷുവയുടെ നേതൃത്വത്തിൽ അവർ നേരെ പോകുന്നത് ജോർദാൻ കടന്ന് ആദ്യം ജെറീക്കോ കീഴടക്കുന്നു. പിന്നീട് അവർ ഇടത്തോട്ടും വലത്തോട്ടും പോയി മറ്റു ദേശങ്ങളെ കീഴടക്കുന്നു. ശേഷം 12 ഗോത്രങ്ങൾക്കായി വിഭജിച്ചു കൊടുക്കുന്നു. ഇതാണ് ജോഷുവയുടെ ഗ്രന്ഥം. ഇനി ന്യായാധിപന്മാരെന്ന് പറയുന്നത് കാനാൻ ദേശത്ത് അവർ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായ മറ്റു ജനതകളിൽ നിന്ന് എതിർപ്പുണ്ടായി. ഉദാഹരണത്തിന് ഫിലിസ്ത്യർ, മൊവാബ്യർ, അമോന്യർ, അമലേക്യർ തുടങ്ങിയ ആ ദേശത്തുണ്ടായിരുന്ന മറ്റു ജനതകൾ ഇസ്രായേൽക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഓരോ പ്രദേശത്തും അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ആളുകളാണ് ന്യായാധിപന്മാർ. അവർ ഇസ്രായേൽ മുഴുവന്റെയും നേതാക്കന്മാരല്ല, മറിച്ച് ചില പ്രത്യേക പ്രദേശത്തിന്റെ മാത്രം. ആമോസിന്റെ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സൂചനയുണ്ട്. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് പ്രവേശിച്ച അതേ സമയത്ത് തന്നെ ദൈവം മറ്റൊരു സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തേക്ക് വേറൊരു ജനതയും കൊണ്ടുവന്നിരുന്നു. ആ ജനതയുടെ പേരാണ് ഫിലിസ്ത്യർ. കാരണം ഇസ്രായേൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിച്ചാൽ ഫിലിസ്ത്യർ അവരെ ആക്രമിക്കാൻ വരുന്നത് കാണാൻ കഴിയും. ശത്രു വന്ന് ഇവരെ ആക്രമിക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു. അപ്പോൾ ദൈവം എന്തു ചെയ്യുന്നു? ന്യായാധിപനായി ഒരാളെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ അയാൾ വന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കുന്നു. ഇതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർന്ന് റൂത്തിന്റെ പുസ്തകം. മനോഹരമായ ഒരു കഥയാണിത്. വിജാതിയായ ഒരു സ്ത്രീയുടെ ചരിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം, ന്യായാധിപന്മാരുടെ കാലത്ത് നടന്ന ഒരു സംഭവമാണിത്. രണ്ടാമത്തേത്, സാമുവേലിന്റെ പുസ്തകത്തിന്റെയും ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെയും ഇടയിൽ റൂത്തിന്റെ പുസ്തകം വച്ചിരിക്കുന്നതിന്റെ കാരണം റൂത്തിന്റെ പുസ്തകം എഴുതിയത് സാമുവേലാണെന്ന് ഒരു അഭിപ്രായമുണ്ട്. സാമുവേൽ എന്തിനാണ് ഈ റൂത്തിന്റെ കഥ അവതരിപ്പിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ബൈബിള് പഠിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഉത്തരം ഇതാണ്. ഇസ്രയേലിന്റെ ആദ്യത്തെ രാജാവ് സാവൂളാണ്. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട സാവൂളിൽ നിന്ന് ബേത്ലഹേംകാരനായ യൂദാ ഗോത്രത്തിൽപ്പെട്ട ദാവീദിലേക്ക് ലീഡർഷിപ്പ് മാറാൻ പോകുകയാണ്. സാവൂളിൽ നിന്ന് ദാവീദിലേക്ക്. അപ്പോൾ ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അധപതനവും യൂദാ ഗോത്രത്തിലെ ബേത്ലഹേമിന്റെ ഐശ്വര്യവും പ്രതിപാദിക്കാൻ ദൈവം സാമുവേലിനെ കൊണ്ട് എഴുതിച്ചതാണ് റൂത്തിന്റെ പുസ്തകം എന്നൊരു അഭിപ്രായമുണ്ട്. ഇനി റൂത്തിന്റെ പുസ്തകം നമുക്ക് പ്രധാനപ്പെട്ടതായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഈശോ മിശിഹായുടെ വലിയ മുതുമുത്തശ്ശിയാണ് റൂത്ത്. അടുത്തത് സാമുവേലിന്റെ പുസ്തകം. സാമുവേൽ എന്ന അവസാനത്തെ ന്യായാധിപൻ മുതൽ ദാവീദിന്റെ കാലഘട്ടം വരെ 1500 വർഷത്തെ ചരിത്രമാണ് സാമുവേലിന്റെ പുസ്തകം വിവരിക്കുന്നത്. അതായത് അവസാനത്തെ ന്യായാധിപനായ സാമുവേലിന്റെ കാലത്ത് ജനം രാജാവിനായി മുറവിളി കൂട്ടുന്നു. ദൈവം അതിന് അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് സാവൂളിനെ അഭിഷേകം ചെയ്യുന്നു. സാവൂൾ ദൈവകൽപ്പനകൾ ലംഘിക്കുന്നു. തുടർന്ന് സാവൂളിനെ ദൈവം തിരസ്കരിക്കുന്നു. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ദാവീദ് രാജാവായി മാറുന്നു. തുടർന്ന് രാജാക്കന്മാരുടെ 1ഉം 2ഉം പുസ്തകങ്ങൾ വിവരിക്കുന്നത് ഇസ്രായേൽ എങ്ങനെ അധപ്പതിച്ച് പ്രവാസത്തിലെത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത എങ്ങനെ പ്രവാസത്തിലെത്തി എന്നാണ്. ദാവീദിന്റെയും സോളമന്റെയും കാലത്ത് രാജ്യം വിഭജിക്കപ്പെട്ടിരുന്നില്ല. ഒറ്റ രാജ്യമായിരുന്നു. ഈജിപ്ത് മുതൽ യൂഫ്രട്ടീസ് വരെ നീണ്ടുകിടക്കുന്ന വലിയൊരു രാജ്യമായിരുന്നു. സോളമന്റെ കാലത്ത് തന്നെ ആഭ്യന്തര കലാപം ആരംഭിച്ചു. വടക്കുഭാഗത്തെ 10 ഗോത്രങ്ങൾ ചേർന്ന് ജെറോബോവാമിന്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ എന്നൊരു രാജ്യവും ദക്ഷിണദേശത്ത് യൂദാ ബെഞ്ചമിൻ ഗോത്രങ്ങൾ ചേർന്ന് യൂദ എന്നൊരു രാജ്യവുമായിട്ട് മാറി. വിഭജനത്തിന് മുമ്പുള്ള രാജ്യത്തെ സാവൂള് ഭരിച്ചു, ദാവീദ് ഭരിച്ചു, സോളമൻ ഭരിച്ചു. 40 വർഷം സാവൂളും 40 വർഷം ദാവീദും 40 വർഷം സോളമനും. തുടർന്ന് രാജ്യം വിഭജിക്കപ്പെട്ടു. ബെഥേലിലും സമരിയായിലും അതുപോലെ ദാനിലുമൊക്കെ കാളക്കുട്ടികളെ ആരാധനാ വസ്തുക്കളാക്കി മാറ്റി. അവിടെയൊക്കെ ക്ഷേത്രങ്ങളും പണിതു. അതായത് BC 2000 അബ്രഹാത്തെ വിളിച്ചു. എന്നിട്ട് ദാവീദിന്റെ കാലം എത്തുമ്പോൾ BC 1000 വർഷമെടുത്തു അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം നിറവേറാൻ. അങ്ങനെ ദാവീദിന്റെ കാലത്ത് ദേശം മുഴുവൻ സ്വന്തമായി. ഇനി
അടുത്ത 424 വർഷം കൊണ്ട് ഇവർ ഈ ദേശത്തെ കൈവിട്ട് അബ്രഹാം എവിടെ തുടങ്ങിയോ അവിടെ എത്തും. അബ്രഹാം വന്നത് ബാബിലോണിൽ നിന്നാണ്. ഈ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഈ ജനതയെ വിടുവിച്ച് കാനാൻ ദേശത്തെത്തിക്കാൻ ദൈവം എടുത്ത പരിശ്രമം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തുടർന്ന് നമുക്ക് കാണാൻ കഴിയും, അവർ കാനാൻ ദേശത്തെത്തിയതിനു ശേഷം പിന്നീട് ബാബിലോൺ അടിമത്തത്തിലേക്ക് പോകാൻ കാരണം അവർ ദൈവകൽപ്പനകൾ ലംഘിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഫിലിസ്ത്യർ അവരെ ആക്രമിച്ചു. അവരുടെ കന്നുകാലികളെയും ആടുമാടുകളെയും പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അതുപോലെ അവരുടെ ഭൂമി പിടിച്ചെടുക്കാൻ തുടങ്ങി. അവർ അത് കാര്യമാക്കിയില്ല. പിന്നീട് വരൾച്ച വരാൻ തുടങ്ങി. ഭക്ഷണമില്ലാത്ത അവസ്ഥ, അതും അവർ കാര്യമാക്കിയില്ല. പിന്നീട് രോഗങ്ങൾ, മഹാമാരികൾ, ആരോഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ, അതും അവർ ഗൗരവമായി എടുത്തില്ല. അവസാനമായി ഏറ്റവും ഗൗരവമായ ശിക്ഷ വന്നു. അവർ 70 വർഷത്തേക്ക് ബാബിലോൺ അടിമകളായി പോകേണ്ടി വന്നു. പിന്നീട് ആ ജനതയ്ക്ക് എന്തു സംഭവിച്ചു? 2 തരം ഗൗരവകരമായ ശിക്ഷയാണ് ഈ ജനത്തിന് കിട്ടിയത്. വടക്കു ഭാഗത്തുള്ള 10 ഗോത്രങ്ങൾ ചേർന്നുള്ള ഇസ്രയേൽ എന്ന രാജ്യം ഭരിച്ചിരുന്നത് ജെറോബോവാം ആയിരുന്നു. പിന്നീട് തുടർന്നു വന്ന ഒരു രാജാക്കന്മാര് പോലും നല്ലവരായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം നിരന്തരമായി പ്രവാചകന്മാരെ അയക്കാൻ തുടങ്ങി. അതാണ് ഏലിയ, എലീഷ, യോന, ജോയേൽ, ആമോസ്, ഹോസിയ, യെശയ്യ, മീഖ, നാഹൂം, സെഫാനിയ, ഹബക്കുക്ക്, ജെറമിയ, ഒബാദിയ. ഇത്രയും പ്രവാചകന്മാർ പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ച പ്രവാചകന്മാരാണ്. 13 പ്രവാചകന്മാർ 424 കൊല്ലം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ദൈവകൽപ്പനയിലേക്ക് തിരിച്ചു വരിക, അനുദപിക്കുക, തെറ്റുതിരുത്തുക, നിങ്ങൾക്ക് വലിയ ശിക്ഷ വരാൻ പോകുന്നു. പക്ഷേ അവർ ഗൗനിച്ചില്ല. എന്നിട്ട് എന്തു സംഭവിച്ചു എന്നറിയാമോ? BC 721 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രയേൽ എന്ന വടക്കു ഭാഗത്തെ നോർത്തേൺ കിണ്ടത്തെ അസീറിയ എന്ന സാമ്രാജ്യം കീഴടക്കുകയും പരിപൂർണമായി നാടുകടത്തുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, ഈ 10 ഗോത്രങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവരെ വിളിക്കുന്നത് ലോസ് ടൈപ്സ് ഓഫ് ഇസ്രയേൽ എന്നാണ്. എന്നു പറഞ്ഞാൽ അവർ വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടു. ആ ജനത നാമാവശേഷമായി. അതിനുശേഷം വന്ന പ്രവാചകന്മാർ, അതായത് സെഫാനിയ, ഹബക്കുക്ക്, ആമോസ്, ഹോസിയ, ഇവരെല്ലാം വടക്കുഭാഗത്തെ ജനതകളെ അസീറിയക്കാർ കീഴടക്കിക്കൊണ്ടു പോയതിനു ശേഷം ഈ പ്രവാചകന്മാർ പറഞ്ഞു, ഇസ്രയേലിന് സംഭവിച്ചത് യൂദ നിനക്കും സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നീ കർത്താവിലേക്ക് തിരിച്ചു വരിക എന്ന് പ്രവചിച്ചു. എന്നാൽ യൂദ അത് ഗൗനിച്ചില്ല. പിന്നീട് എന്തു സംഭവിച്ചു? BC 586 ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ രാജാവിൻ്റെ നേതൃത്വത്തിൽ 3 ഘട്ടങ്ങളിലായി യൂദായെ ബാബിലോണിലേക്ക് ഡീപ്പോർട്ട് ചെയ്തു, നാടുകടത്തി. അതിനെ വിളിക്കുന്ന പേരാണ് ബാബിലോൺ വിപ്രവാസം. എന്താണ് 3 ഘട്ടങ്ങൾ എന്ന് നോക്കാം. BC 606 ആ നാട്ടിലെ പ്രധാനപ്പെട്ടവരെ, അതായത് രാജകുടുംബത്തിൽപ്പെട്ടവരെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയുമാണ് ആദ്യം നാടുകടത്തിയത്. ആ സമയത്ത് നാടുകടത്തപ്പെട്ടവരാണ് ദാനിയേലും ദാനിയേലിന്റെ കൂടെ ഉണ്ടായിരുന്ന 3 ചെറുപ്പക്കാരും. അവർ അവിടെ എത്തിയതിനു ശേഷം ബാബിലോണിലെ കൊട്ടാരത്തിൽ ജോലിക്കാരായി നിയമിക്കപ്പെട്ടു. കാരണം അവരെല്ലാം പ്രഭു കുടുംബത്തിൽപ്പെട്ടവരും ഭരണം അറിയാവുന്ന മിടുക്കന്മാരുമായിരുന്നു. രണ്ടാമതായി BC 597 കച്ചവടക്കാരെ, കരകൗശലക്കാരെ, നല്ല ജോലിക്കാരെ, അങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് നാടുകടത്തിയത്. ആ സമയത്ത് നാടുകടത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ പുരോഹിതനായ എസെക്കിയേൽ ഉണ്ടായിരുന്നു. പ്രവാസത്തിന്റെ കാലത്ത് അവരെ ധൈര്യപ്പെടുത്തിയ ആളുകളാണ് പ്രവാചകന്മാരായ ദാനിയേലും എസെക്കിയേലും. 70 വർഷം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം, കർത്താവിലേക്ക് തിരിയുക എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയ പ്രവാചകന്മാരാണ് ഇവർ. അവസാനമായി BC 587, BC 586 കാലഘട്ടങ്ങളിൽ നബൂഖദ്നേസർ രാജാവ് വന്ന് ജെറുസലേം ദേവാലയം മുഴുവൻ കത്തിച്ചു ചാമ്പലാക്കി. കുറെ പേർ കൊല്ലപ്പെട്ടു, ബാക്കിയുള്ളവരെ നാടുകടത്തി. അങ്ങനെ ഈ അവസാന കാലത്ത് നാടുകടത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകൻ നാടുകടത്തപ്പെട്ടു. അതാണ് ജെറമിയ. പക്ഷേ ജെറമിയ ബാബിലോണിലേക്കല്ല പോയത്. കുറെ ആളുകൾ ഈജിപ്തിലേക്ക് പോയപ്പോൾ അവരുടെ കൂടെ പോയി. അവിടെ വെച്ച് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 3 ഘട്ടങ്ങളിലായി നാടുകടത്തപ്പെട്ടു. ജെറമിയ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു പ്രവാസം 70 വർഷം നീണ്ടു നിൽക്കുമെന്ന്. അതിനുശേഷം ഈ ജനം വിപ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഇവര് തിരിച്ചു വരുന്നതും 3 ഘട്ടങ്ങളിലായിട്ടാണ്. ആ 3 ഘട്ടങ്ങൾ അറിഞ്ഞാൽ ബൈബിളിലെ മറ്റു പുസ്തകങ്ങൾ നമുക്ക് മനസ്സിലാകും. അതിനുശേഷം പ്രവാചകന്മാർ വഴി ദൈവം പറഞ്ഞതുപോലെ 70 കൊല്ലം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പെർഷ്യ രാജാവായിരുന്ന സൈറസ് BC 537 ബാബിലോൺ കീഴടക്കി.
പേർഷ്യ സാമ്രാജ്യം ബാബിലോണിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം രാജാവായ സൈറസ് ഒരു വിളംബരം പ്രഖ്യാപിച്ചു: യഹൂദന്മാർക്ക് ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെ BC 537 സൈറസിന്റെ വിളംബരം കേട്ട് ആദ്യമായി ഏതാണ്ട് 50,000 ആളുകൾ തിരിച്ചുപോയി. സെറുബാബേലിന്റെ നേതൃത്വത്തിലാണ് ആദ്യം അവർ തിരിച്ചുപോയത്. ദാവീദിന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പട്ടാളക്കാരനായിരുന്നു സെറുബാബേൽ. സെറുബാബേൽ ചെന്നിട്ട് ദേവാലയം പുതുക്കി പണിയാൻ തുടങ്ങുകയാണ്. രണ്ടാമതായി 90 വർഷങ്ങൾ കഴിഞ്ഞ് BC 458 പേർഷ്യ രാജാവായിരുന്ന അർത്താക്സെർക്സസ് രാജാവായിരുന്ന കാലത്ത് ഏതാണ്ട് 1800ഓളം ആളുകൾ തിരിച്ചുപോയി. എസ്ര എന്ന പുരോഹിതന്റെ നേതൃത്വത്തിലാണ് അവർ തിരിച്ചുപോയത്. പിന്നീട് 14 വർഷങ്ങൾക്ക് ശേഷം BC 444 നെഹമിയയുടെ നേതൃത്വത്തിൽ വീണ്ടും കുറേയധികം ആളുകൾ ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നു. ആ കൂട്ടത്തിൽ 3 പേരും കൂടി ഓർത്തുവെക്കണം. അത് പ്രധാന പുരോഹിതനായ ജോഷുവ, പ്രവാചകന്മാരായ ഹഗ്ഗായി, സക്കറിയ. ഇവരാണ് തിരിച്ചു പോകുന്ന ജനതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇനി പ്രവാസത്തിന് ശേഷം എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് ബാറൂക്ക്, വിലാപങ്ങൾ. സങ്കടങ്ങൾ കൊണ്ട് എഴുതിയ പുസ്തകമാണ് വിലാപങ്ങൾ. പ്രവാസത്തിലായിരുന്ന ജനതയുടെ ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് എസക്കിയേൽ, ദാനിയേൽ, എസ്തേർ തുടങ്ങിയ പുസ്തകങ്ങൾ. അതിനോടൊപ്പം തന്നെ കുറച്ച് പുസ്തകങ്ങൾ കൂടിയുണ്ട്: ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, ജ്ഞാനം, പ്രഭാഷകൻ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം. അതെല്ലാം ജ്ഞാനഗ്രന്ഥങ്ങളാണ്. അത് ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതല്ല. അതിനുശേഷം യൂദത്തിന്റെയും തോബിത്തിന്റെയും പുസ്തകങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇസ്രായേൽക്കാർ വിജാതീയരുടെ ഇടയിൽ ജീവിച്ചിരുന്ന കാലത്ത് അതുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടതാണ്. അതിന്റെ ആമുഖം വായിച്ചാൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പേർഷ്യ രാജാവിന്റെ ഒരു അനന്തരാവകാശിയായ രാജാവിന്റെ കാലത്ത് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്തതാണ് യൂദത്തിനെ. ഇതുവരെയും വായിച്ചു തീരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ജനം വീണ്ടും പാപത്തിൻ്റെതായ വഴിയിലേക്ക് മടങ്ങിപ്പോകുകയും അങ്ങനെ ദൈവത്തെ മറക്കുന്ന, ദൈവിക സംവിധാനങ്ങളെ ധിക്കരിക്കുന്ന ഒരു അന്തരീക്ഷം പ്രവാസത്തിന് ശേഷവും അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന്. ഈ പശ്ചാത്തലത്തിലാണ് മലാക്കി പ്രവാചകന്റെ രംഗപ്രവേശനം. ദൈവത്തിന്റെ ദൂതൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. പ്രവാസം കഴിഞ്ഞ് ഏതാണ്ട് 100 വർഷങ്ങൾ കഴിഞ്ഞാണ് മലാക്കി പ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ആചാരങ്ങൾ നിലനിൽക്കുകയും ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും ചെയ്ത ഒരു അന്തരീക്ഷത്തിലാണ് മലാക്കിയുടെ പ്രവചനങ്ങൾ നടക്കുന്നത്. ഇവിടെ പ്രധാനമായും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വഴിപിഴച്ചുപോയ പൗരോഹിത്യത്തിനെതിരെയും അതുപോലെ തന്നെ അവിശ്വസ്തമായ ദാമ്പത്യത്തിനെതിരെയുമാണ്. അതുകൂടാതെ മലാക്കി പ്രവചനത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. കർത്താവ് കടന്നു വരുന്ന ദിനം, ആ ദിനത്തിനു മുമ്പ് പ്രവാചകനായ ഏലിയ അയക്കപ്പെടും. അങ്ങനെ അവസാന വാക്യങ്ങളെല്ലാം തന്നെ പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ വരവിനോടനുബന്ധിച്ചുള്ള സൂചനകളാണ്. ആ സൂചനകൾ നൽകിക്കൊണ്ടാണ് മലാക്കി തന്റെ പ്രവചനങ്ങൾ അവസാനിപ്പിക്കുന്നത്. മലാക്കിക്ക് ശേഷം 400 വർഷത്തേക്ക് ഇസ്രയേലിൽ പ്രവാചകന്മാരുണ്ടായിരുന്നില്ല. അതിനുശേഷം വന്ന പ്രവാചകനായ സ്നാപക യോഹന്നാനെ നമ്മൾ കണ്ടുമുട്ടുന്നത് പുതിയ നിയമത്തിലാണ്. അടുത്തത് 1 മക്കബായർ, 2 മക്കബായർ. മക്കബായ കാലഘട്ടത്തെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 400 വർഷത്തെ ചരിത്രം വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതായത് അവസാനത്തെ പ്രവാചകനായ മലാക്കി കഴിഞ്ഞാൽ പിന്നീട് സ്നാപക യോഹന്നാൻ വരെയുള്ള 400 വർഷത്തെ ചരിത്രം മക്കബായ ഗ്രന്ഥത്തെ കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ബാബിലോണിൽ നിന്നും മടങ്ങിയെത്തിയ ജനത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയാലേ മക്കബായ വിപ്ലവത്തിന്റെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. നമ്മൾ മനസ്സിലാക്കി, ആദ്യം അവർ ബാബിലോൺകാരുടെ അടിമകളായിരുന്നു. പിന്നീട് പേർഷ്യക്കാരുടെ അടിമകളായിരുന്ന സമയത്താണ് ബാബിലോൺ സാമ്രാജ്യത്തെ മീദോ പേർഷ്യൻ രാജവംശം കീഴടക്കിയത്. ആ രാജാവിന്റെ പേരായിരുന്നു സൈറസ്. ആ സൈറസിന്റെ കാലത്തിന് ശേഷം പേർഷ്യ രാജാക്കന്മാരാണ് ഇസ്രയേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത്. അതിനുശേഷം മാസിഡോണിയയിലെ രാജാവായിരുന്ന ഫിലിപ്പ് ചക്രവർത്തിയുടെ മകൻ അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യ രാജ്യത്തെ കീഴടക്കുകയും അങ്ങനെ യൂദയായിലെ ജനം ഗ്രീക്കുകാരുടെ അടിമത്തത്തിന് കീഴിലേക്ക് വരികയും ചെയ്യുകയാണ്. ഈ സമയത്തുണ്ടായ ഒരു പ്രതിഭാസമാണ് ഹെല്ലനൈസേഷൻ അഥവാ യവനവൽക്കരണം. അതായത് ഗ്രീക്ക് സാമ്രാജ്യത്തിലെ എല്ലാ ആളുകളും ഗ്രീക്ക് സംസ്കാരം, ഗ്രീക്ക് മതം, ഗ്രീക്ക് ഭാഷ, ഗ്രീക്കുകാരുടെ ജീവിത രീതികൾ ഇവയെല്ലാം പിന്തുടരണമെന്ന് വാശി പിടിച്ച രാജാക്കന്മാർ എല്ലാവരെയും ഗ്രീക്കുകാരാക്കി മാറ്റുന്നതിന് നടത്തിയ ശ്രമങ്ങളുടെ പേരാണ് ഹെല്ലനൈസേഷൻ.
പിന്നീട് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു കഴിഞ്ഞപ്പോൾ 4 പട്ടാള മേധാവികൾക്കായി അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു. ഈ 4 രാജവംശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 രാജവംശങ്ങളെയാണ്. ഒന്ന് സെലൂസിഡ് രാജാക്കന്മാർ, 2 ടോളമികൾ. സെലൂസിഡ് രാജാക്കന്മാർ സിറിയ ഉൾപ്പെടുന്ന ഭാഗമാണ് ഭരിച്ചിരുന്നത്. ഈജിപ്ത് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് ടോളമികളാണ്. ആ സമയത്ത് യൂദയായും ഈജിപ്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ അതിനുശേഷം ഏകദേശം 100 വർഷത്തോളം ഇസ്രയേൽ സമാധാനം അനുഭവിച്ചിരുന്നു. ഈ കാലത്താണ് നേരത്തെ സൂചിപ്പിച്ച സെപ്തുജിന്ത് വിവർത്തനം ഉണ്ടായത്. അതിനുശേഷം ടോളമികളെ സെലൂസിഡ് രാജാക്കന്മാർ കീഴടക്കി. അങ്ങനെ സെലൂസിഡ് രാജാക്കന്മാരുടെ കീഴിൽ ഈജിപ്ത് വന്നതോടുകൂടി ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന യൂദയായും അവരുടെ കീഴിലേക്ക് വന്നു. പിന്നീട് സെലൂസിഡ് രാജാവായിരുന്ന അന്ത്യോക്കസ് എപ്പിഫാനസ് യൂദയായിലേക്ക് വന്ന് ഗ്രീക്ക് ആചാരങ്ങൾ യഹൂദന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഗ്രീക്ക് ദേവനായ സേവൂസിന്റെ വിഗ്രഹം ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രധാന ബലിപീഠത്തിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ജെറുസലേമിനെ അപകീർത്തിപ്പെടുത്തുകയും നശിപ്പിക്കുകയും അശുദ്ധമാക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ ദൈവം എടുത്തുയർത്തിയ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പുരോഹിതനായ മത്താത്യാസിന്റെ മക്കളാണ് മക്കബായർ. 5 മക്കൾ. ആ മക്കളെ വിളിക്കുന്ന പേരാണ് മക്കബായർ. അവരുടെ ചരിത്രമാണ് 1 മക്കബായർ 2 മക്കബായർ. അങ്ങനെ അന്ത്യോക്കസ് എപ്പിഫാനസിനെ പരാജയപ്പെടുത്തി അവർ വീണ്ടും ദേവാലയം പ്രതിഷ്ഠിച്ചു. ആ ദേവാലയമാണ് പിന്നീട് ഹെറോദോസ് യേശുവിന്റെ കാലം എത്തുമ്പോഴേക്കും പുതുക്കി പണിയാൻ ആരംഭിക്കുന്നത്. മക്കബായരുടെ പുസ്തകം കാത്തലിക് ബൈബിളിലേ ഉള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായ ഇസ്രയേലിന്റെ ചരിത്രം നമുക്ക് ലഭിക്കുന്നത് കാത്തലിക് ബൈബിളിൽ മാത്രമാണ്. അടുത്ത വീഡിയോയിലൂടെ പുതിയ നിയമം നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.